സദസ്സിന് നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മുത്തശ്ശി കഥയാണ്. ഉണ്ടനും ഉണ്ടി ഉണ്ണിപ്പച്ചു. പക്ഷേ ഉണ്ണിപ്പം തിന്നാൻ ഒരാളും കൂടെ എത്തി. അതാരാണെന്ന് ഒരു പുലിയച്ചൻ. അയ്യേ, പുലിയച്ചൻ ഉണ്ണിയപ്പം തിന്നാൻ. നമുക്ക് നോക്കാം. ഒരു ഗ്രാമം തീരെ പക്കം കറങ്ങി ഒരു ഭാര്യയും ഒരു ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിയും അടിയനായിരുന്നു ഉണ്ട്. പേരും കൊതിച്ചായിരുന്നു ഉണ്ണി. ഒരു ദിവസം ഉറക്കം എണീച്ചപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞു. ഈശ്വര, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. അവരുണ്ണിപ്പം ഉണ്ടാക്കി കഴിയട്ടെ. ചുട്ട കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും. ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കൂല. ഈശ്വര, 2 ഉണ്ണിയപ്പമോ? ആർക്കു വേണം? നമുക്കും അറിയാലോ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നു. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുപോവാ. വേണ്ട, നീ പോയി നിന്റെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ചക്കരയും തേങ്ങയും ഒക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ഉണ്ടിയും കൊണ്ട് കട്ടിലേക്ക് പോയി. കണ്ണിക്കണ്ണുള്ള ചുള്ളികളെല്ലാം വെട്ടി 2 വലിയ കെട്ടുകളാക്കി. പിടിച്ചോ, ഈ വിറകെല്ലാം കൊണ്ട് ഞാനൊരു 100 ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഉണ്ണിയപ്പം തിന്നാൻ കൊതിയായി ഉണ്ടി പറഞ്ഞു. അങ്ങനെ ഉണ്ടിയുടെ തലയിൽ വാഗ് വെച്ച് കൊടുത്തു. അപ്പോഴാണ് സംശയം. പ്രശ്നം, ഉണ്ടൻ്റെ തലയിൽ ആര് വിറക് ഇട്ട് വെച്ചു? പെട്ടെന്ന് അവിടേക്ക് ഒരു പുലി ചാടി വന്നു. അയ്യോ, രക്ഷിക്കണേ. പേടിക്കാതിരിക്കുക. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടത്. വിറക് ഞാൻ പിടിച്ചു. പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ? മറ്റു മകങ്ങളില്ലാതെ പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടിയും വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി അരിയും ശർക്കരയും ഒക്കെ കുഴച്ചു മാവുണ്ടാക്കി. ആകെ 16 ഉണ്ണിയപ്പം. 10 എണ്ണം പുലിക്ക്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് 6 എണ്ണം. അങ്ങനെ 3 എണ്ണം നിനക്കും 3 എണ്ണം എനിക്ക് ഉണ്ടൻ പറഞ്ഞു. ഓരോന്നായി തിന്നു തുടങ്ങി. പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കി. അതിന് 2 ഉണ്ണിയപ്പം മതി. അത് മതി. പക്ഷേ കൊതിമൂത്ത് ഉണ്ടനറിയാതെ ഒന്നും കൂടെ തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരെ സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വപ്പാളമായി. പുലി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കാതെ പുലിയെ നമ്മൾ ഓടിക്കും. പുലിയെ ഓടിക്കാനായി മുറ്റത്ത് ആണികൾ തറച്ചു വെച്ചു. വാതിൽ തുറക്കുമ്പോൾ തലയിൽ വീഴാനായി ഒരു വലിയ കല്ലിക്കെട്ടിയിട്ടു. തട്ടിമുകളിൽ കയറാതിരിക്കാനായി പടികളിൽ എണ്ണ ഒഴിച്ചിട്ടു. സന്ധ്യ മയങ്ങിയപ്പോൾ പുലി വന്നു. ആരുമില്ലേ? എവിടെ എൻ്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ, എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്ന ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മുന്നോട്ട് നടന്ന് പുലിയുടെ കാലിൽ ആണ് തറച്ചു കയറി. അയ്യോ! വാതിൽ തുറന്നപ്പോൾ തലയിൽ കല്ല് വന്ന് വീണു. പടികൾ കയറാൻ നോക്കിയപ്പോൾ അവിടെ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ താഴെ വീണു. അയ്യോ! വെള്ളം. കിണറ്റിനരികിലെത്തിയ കിണറ്റിനരികിൽ പോയപ്പോൾ അവിടെ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ കിണറ്റിലേക്ക് വീണു. എടിയേ, നമ്മുടെ വിദ്യ പഠിച്ചു. പുലി കിണറ്റിൽ വീണ പുലിയെ കാണാനായി ഉണ്ടി താഴേക്ക് കുതിച്ചു. പക്ഷേ കിണറ്റുകാരൻ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉണ്ടിയും കിണറ്റിലേക്ക് വീണു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താ? താൻ കുഴിക്കുന്ന കുഴി താൻ തന്നെ വീഴുമെന്നറിയത്തില്ലേ? നന്ദി.